നമ്മളെ ദിവാകരേട്ടൻ്റെ പ്രഭാതം സ്റ്റാർട്ടാവുകയാണ് കേട്ടോ ആടുകളോടൊപ്പം. ആള് കഞ്ഞിയെല്ലാം പ്രിപ്പയർ ചെയ്ത് ഇതൊക്കെ എന്തുട്ടാണ് ആടുകളുടെ എന്തെങ്കിലും ഇതുണ്ടാ, ഇവരുടെ പേരുണ്ടാ പ്രത്യേകിച്ച്? സാധാരണ നാടൻ ആടുകളാണ് അല്ലേ? ഇവിടെ തന്നെ ഒരു ക്രോസ് ആവും അല്ലേ? പിന്നെ ഒരു ചെറിയ കയറ്റപ്പന്തലുണ്ട്, ചെറിയ കൃഷികൾ. ഇതൊക്കെ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ചെടിച്ചട്ടി ഇഞ്ചി വലുതായപ്പം പൊട്ടി. ആ, ഇത് കോവലല്ലേ? അത് കോവല്. അവർക്ക് തണവുമായി, നമുക്ക് അത്യാവശ്യം വരുമാനമാണ്. ഇന്നലെ 10 കിലോ കോവയ്ക്ക് കൊടുത്തു ഞാൻ. വെരി ഗുഡ്. ഹർഷനെ ആ, പച്ചക്കറി കടയിൽ ഇത് കണ്ട കോവല് അത്യാവശ്യം നല്ല രീതിയിൽ വിപുലീകരിച്ചിട്ടുണ്ട്. ആദ്യം ആ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇങ്ങോട്ട് നീട്ടി. അപ്പോൾ ഇവർക്ക് ചൂടിനെ പ്രതിരോധിക്കുകയും ചെയ്യാം. സുഖമായിട്ട് ഇവിടെ മേയും ഇതിൻ്റെ ഉള്ളിൽ. ഒരാൾ ചാടി കളിച്ചോണ്ടിരിക്കുക. മുട്ടന്മാർ 2 പേര് ഇടി കൂടുന്നു. എന്റെ മേല് കയറ്റുന്ന ഷർട്ട് കടിക്കുന്നു. ഇവരാണിലത്തെ ഏറ്റവും വലിയ എന്ത് കൊറ്റുന്ന അവരെ ഇത് കൊറ്റൻ. ഈ കൊറ്റന്മാരെ കൊടുക്കാനുള്ളതാണ്. ഇതിൽ ചില കൊറ്റന്മാരൊക്കെ ഈ ഒരു കൊറ്റനാണ് ഇപ്പോൾ കൊടുക്കാൻ പോണത്. കയ്പയ്ക്കൊക്കെ ഏകദേശം കവറിലിട്ടെല്ലാം സുരക്ഷിതമാക്കിയിട്ടുണ്ട്. പെരുമ്പാമ്പുളി വേണമെങ്കിൽ വന്നോളൂ. നമുക്കിവിടെയുള്ള ഏറ്റവും ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ സംഭരിക്കേണ്ടതും അതിൻ്റെ പ്രിസർവേഷനാണ് ഒരു ബുദ്ധിമുട്ട് കർഷകർക്ക്. മുകളിൽ ഒരു ചെറിയ പോളി ഹൗസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിശാലമായ എല്ലാ സമ്മിശ്രമായിട്ടുള്ള കൃഷികൾ, ജാതി, പ്ലാവ്, കവുങ്ങ്, പപ്പ, അങ്ങനെ എല്ലാതും ഉണ്ട്. ജാതിയൊക്കെ നല്ല സൂപ്പർ ജാതികളാണ്. കണ്ടോ, ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ജാതികളാണ്. പൈനാപ്പിൾ ആയിട്ടുണ്ട്. നാരകം. പിന്നെ ആള് നല്ലൊരു അടയ്ക്ക കർഷകനാണ്. അത്യാവശ്യം കവുങ്ങളുണ്ട്. എല്ലാ സീസണിലും അത്യാവശ്യം ഒരു 50,000-ൻ്റെ അടുത്ത് തന്നെ ആള് അടക്കി വിൽക്കാവുന്ന ആളാണ്. 50,000 ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട്. ഡ്രാഗൺ ഭയങ്കരമാണ്. പിന്നെ കോളിഫ്ലവറും കാബേജും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് മഴമറ ദിവാകരൻ ഒരു അനുവാദം കൂടാണ്ട് കോവയ്ക്കൊക്കെ തിന്നണ തീറ്റ വേണ്ട. ഇവിടെ തീറ്റപ്പുല്ലും ചേമ്പും അങ്ങനെ എല്ലാം ഉണ്ട്. സ്പിന്നർ ഇട്ടിട്ടുണ്ട്. കുളത്തിൽ വെള്ളം വറ്റിയിട്ടുണ്ട്, പക്ഷെ അത്യാവശ്യം ഫുള്ള് മീനാണ് അതിലിട്ടാ. ഇതിൽ നമ്മൾ അന്നത്തെ ആസാം വാള എങ്ങനെ ഉണ്ടായിരുന്നു? ഹയർ ബ്രീഡായ ആവില്ല അല്ലേ? വലുതായി ഉണ്ടാവില്ല. കാണാത്തൊരു ബുദ്ധിമുട്ടാണ്, എന്നാലും അവർ ഉണ്ട് നന്നായിട്ട്. അപ്പോൾ സമ്മിശ്ര കർഷകനാണ്, എല്ലാം ഉണ്ട്. അതാണ് എല്ലാത്തിനും ഒരേപോലെ പരിപാലിക്കുക എന്നുള്ളതാണ്.
കുളത്തിൻ്റെ സൈഡിലെല്ലാം തീറ്റപ്പുല്ല് വെച്ചിട്ടുണ്ട് പശുവിന് വേണ്ടിയിട്ട്. ഇവിടെ മണി കമ്പോസ്റ്റിനുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ബേസ് പ്രോഗ്രാം ആയിട്ടുള്ളൂ. ഓക്കെ, ആൾക്ക് കോവയ്ക്ക് തിന്നത് പോരാന്നാ പറഞ്ഞത്. ഇത് അത്യാവശ്യം ആള് വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യത്തിലുള്ള മഞ്ഞൾ ആള് തന്നെ ഉണ്ടാക്കി ഇന്നലെ പൊടിപ്പിച്ചുള്ളൂ. കുറച്ച് ഒരു 3-4 കിലോ പുറമെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ മാത്രം. ഓക്കെ, നെക്സ്റ്റ് സീസണിലേക്കുള്ള അടക്കിയ പാക്കിംഗ് ആണ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല സ്ട്രെങ്ത്താണ്, നല്ല രീതിയിൽ ആൾക്ക് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ള ഡ്രാഗൺസാണ്. ഉണക്കാൻ വേണ്ടിയിട്ട് അടയ്ക്ക ആളുടെ നല്ലൊരു വരുമാനമാണ്. വാസ്തവം പറഞ്ഞാൽ തെങ്ങിനേക്കാളേറെ ആൾക്കിപ്പോൾ വരുമാനം അടയ്ക്കയിൽ നിന്നാണെന്ന് പറയാം. ഇതെല്ലാം ഇനിയിപ്പോൾ പൊളിക്കാൻ റെഡിയായിട്ട് കിടക്കുകയാണ് സീസണിൽ. ഇതെല്ലാം കംപ്ലീറ്റ് ഇതിൽ ആളുടെ ഫാമിലിയുടെയും കംപ്ലീറ്റ് ഹാർഡ് വർക്കിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ലേബേഴ്സ് കുറച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ലേബേഴ്സ് ഉണ്ടെങ്കിലും പൂർണ്ണമായും അടയ്ക്കപ്പൊളിയും കാര്യങ്ങളൊക്കെ ഭാര്യയൊക്കെ ഇരുന്നിട്ട് തന്നെയാണ് അധികം ചെയ്യുന്നത്. ചാണകം, വീട്ടിലെ ചാണകം, വർഷത്തിലൊരിക്കലത്തെ ജൈവവളങ്ങൾ, കോഴിക്കാട്ടം, അങ്ങനെയുള്ള സംഭവങ്ങൾ, കപ്പലത്തി പിണ്ണാക്ക്, ഇതൊക്കെ തന്നെയാണ് വളങ്ങൾ. തെങ്ങിൻ്റെ ഒക്കെ പുഷ്ടി, കവുങ്ങ്. പിന്നെ ഇത് ദിവാരേട്ടൻ്റെ HF പശു നന്ദിനി. ആള് ഭയങ്കര വാംഫുള്ളാണ് കേട്ടോ. എപ്പോഴും സ്നേഹമായിട്ട് ഇങ്ങനെ നിന്നോളും. നമ്മളടുത്ത് നിന്ന് നക്കി കളയും. ക്യാമറമ്മയ്ക്ക് വരിക ഇപ്പം ചരയാണ്. പിന്നെ കോഴികൾ, ഇതാണ് കോഴി. നാച്ചുറൽ ആയിട്ട് പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് പുറത്തയച്ചിടും ഒരു എല്ലാം കണ്ട. ഇതാണ് നാടൻ കോഴി, പുറത്ത് നടന്ന് തിന്നണം. ഇത് കഴിഞ്ഞ സീസണിൽ മറിഞ്ഞ് വീണ ജാതിയാണ്, നന്നായിട്ട് നിലം പതിച്ചാണ്. പക്ഷേ കയറൊക്കെ കെട്ടി പൊക്കി വലിച്ച് ഒരുവിധം തിരക്കില്ലാത്ത രീതിയിൽ മുമ്പ് ഈ നെക്സ്റ്റ് സീസണോട് കൂടിയിട്ട് പഴയ കണ്ടീഷനിലേക്ക് വരും. ഓക്കെ, ഒപ്പം ചെടികളും പൂന്തോട്ടങ്ങളും ഓർക്കിഡുകളും സമൃദ്ധമായി നിൽക്കുന്നതാണ് കേട്ടോ. മാംഗോസ്റ്റീൻ പൂക്കിട്ടുണ്ട്, നിറച്ച് കായാണ് മാംഗോസ്റ്റീൻ. എല്ലാം നല്ല ഹൈബ്രിഡ്, നല്ല ഇനമാണ്. എല്ലാത്തിലും എല്ലാ കൊമ്പുകളിലും കായ് വില ഉണ്ട്. ഓക്കെ, ഇതാണ് മുറ്റത്തെ മനോഹരമായ പൂന്തോട്ടം. അവിടെയും ഒരു ഡ്രാഗൺ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്രാം കൊല്ലമായി? 3 കൊല്ലം കൊണ്ട് കറക്റ്റ് മുറ്റത്തൊരു ഇളനീർ ചെന്തങ്ങ്. അതന്നെ 4-5 കൊല്ലമായാലും ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദിവാരേട്ടൻ്റെ ജൈവ കൃഷിയും ദിവാരേട്ടൻ്റെ സന്തോഷങ്ങളും ജീവിതാഭിലാഷങ്ങളും ഈ തോട്ടത്തിൽ കൂടെയാണ് അങ്ങ് പോകുന്നത്. ചെറുനാരങ്ങ നന്നായിട്ടുണ്ട്. എനിക്ക് പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങ. നന്നായിട്ട് നല്ല ഒറിജിനൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ സ്റ്റൈലിലുള്ള ചെറുനാരങ്ങയാണ്. അപ്പോൾ ഓക്കെ ദിവാരേട്ടാ, താങ്ക് യു. ഇത് മറ്റേ ഇതൊന്നും ഇട്ടത് ലോൺ